വണ്ടി കയറിയില്ലോടെ സുഖേ കെട്ട് കഴിഞ്ഞാവോ വന്നാ പേട്ടപൂരി. ഇനി ഇവന്റെ അടുത്ത വരവേ അപ്പൻ ചാവുമ്പോഴാ. ആ ചേട്ടനൊന്ന് പുറത്തേക്ക് വരണം. അച്ഛൻ ഇരുന്നട്ടെ. കാല് നല്ല സ്ട്രോങ് ആണല്ലോ ചേട്ടാ. ആ ചേട്ടൻ അറിഞ്ഞോ, നമ്മുടെ ലോക്കൽ ഇൻസ്പെക്ടറെ 2 ആഴ്ച കൊണ്ട് കാണുന്നില്ല, മിസ്സിംഗ്. അല്ല മനസ്സിലായല്ലോ അല്ലേ? ആ പൂട ചെറുക്കനെ മനസ്സിലായി. നിങ്ങൾ ഈ സ്റ്റേഷന്റെ വാതിക്കലിട്ട് അയാളെ കൈക്ക് പിടിച്ചോ? പിടിച്ചു. പരാതി ബോധിപ്പിക്കാൻ വന്ന എന്നെ കടക്കടോ വെളിയിലെന്ന് പറഞ്ഞ് ചങ്കത്ത് പിടിച്ച് തള്ളി. ഞാൻ ആ കൈക്ക് പിടിച്ചു. എന്താ തെറ്റ്? നിങ്ങളയാളെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണാവോ പറഞ്ഞത്? എഴുന്നേക്കടോ. താൻ കാട്ടുപന്നി അടിച്ച കാലിന് അയാളുടെ സ്ഥാനത്ത് അടിച്ചു എന്ന് ഞാൻ പറയും. എവിടെയാടോ അവിടെ ശവം? അങ്ങനെയാണ് ആ ശവം കണ്ടുപിടിക്കുന്ന അവസാനം നിങ്ങൾ പോലീസുകാരുടെ പണിയാന്ന് ഞാൻ പറയും. സർ, അയാളെ ഞാനാ കൊന്ന. എടാ പാപ്പോയി, എടാ മോനെ, അപ്പന് വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന്റെ പാവം നീ ഏക്കണ്ട. എടാ ഇവന്മാര് പറഞ്ഞ ചെയ്യാത്ത കുറ്റം ശിവനാട്ട് കുഞ്ഞ് ചെയ്തു എന്നാവോടാ. സാർ, ആ പുലിക്കുന്നേ കേട്ടത്ത് കിടന്ന കള്ളത്തടി മോട്ടിച്ചുകൊണ്ട് വരുന്ന വഴി കുറുകെ ചാടിയ ഇൻസ്പെക്ടറെ ഞാൻ ചവിട്ടിയതാ. കിടന്ന ഉരുളംപാറ മറിഞ്ഞ അയാൾ താഴേക്ക് പോയ സത്യ. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കത് ചെയ്യേണ്ടി വന്നു. പോലീസിനെ ചവിട്ടി നീ ഒക്കനോട് ചവിട്ടി അവന്റെ അണ്ണാക്ക് തിരിക്കേട്ടാ. നീ എന്റെ അപ്പനെ തല്ലുവല്ലടാ ജില്ലയാടി മോനെ. കുറ്റ ഏറ്റു പറഞ്ഞ എന്റെ നേരെ കയ്യും കാലും പൊക്കെയുണ്ടല്ലോ. പുലിയിലക്കാരെ വിരിച്ച് കരിപ്പട്ടിപ്പായി മരത്തി കിടത്താൻ ഏമാണ്ട് എല്ല് ബാക്കിയുണ്ടാവില്ല. വലിച്ചു കീറി ഞാൻ. ബാക്കി ഞാൻ ഏത് കോടതി വേണമെങ്കിലും പറഞ്ഞോളാം. അടക്കണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മരുതുമലയിൻ കീഴിലെ ആദിവാസി ഊരിലാണ്. കൊല ചെയ്യപ്പെട്ടു എന്ന് കരുതിയ പോലീസ് ഓഫീസറെ ആദിവാസികളുടെ ഇടയിൽ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു. കള്ളത്തടി പിടിക്കാൻ പോയ ഈ പോലീസ് ഓഫീസറെ ചവിട്ടി കൊക്കയിലിടുകയായിരുന്നു. SI ഇട്ടിയുടെ മൊഴിയിൽ നിന്ന് പ്രതി കർഷക ശ്രീ ശൂരനാട്ട് കുഞ്ഞിന്റെ മകൻ പാപ്പോയിയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
ഇത് അങ്ങയുടെ ഇരുമ്പ് പെട്ടിയുടെ താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഉറങ്ങിക്കിടന്നപ്പോ അന്ന് പറഞ്ഞ 501 സോപ്പയെ വെച്ച് ചുറ്റിക്ക് ഒരടി. ഈ കള്ളത്താക്കോലിട്ട് അങ്ങയുടെ ഇരുമ്പ് പെട്ടി തുറന്ന് എടുത്തു 3 ലക്ഷം. എന്താ എടുത്തൂടെ? മരിച്ച കുഞ്ഞിന്റെ സ്വത്തുക്കളുടെ അവകാശികളാരാ? ഞങ്ങള് മക്കള്. വരുന്ന തിങ്കളാഴ്ച ഞങ്ങളുടെ കടയുടെ റിബൺ മുറിക്കുക. പണ്ട് വാച്ച് റിപ്പയർ ഊരാനിക്ക തൊമ്മന്റെ കടയിന്ന് മണ്ണി പണിയെടുത്താ മതി എന്ന് പറഞ്ഞ് അകഞ്ചെവിക്കകത്ത് കിഴുക്കി പിടിച്ച് വീട് വരെ തൂക്കിക്കൊണ്ടുവന്നത് ഞാൻ മറന്നിട്ടില്ല. അന്ന് ആ തൊഴിൽ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എന്റെ ജോജോ വാച്ച് കടയുടെ ബോർഡ് ഈ മുറ്റത്തിരിക്കില്ലായിരുന്നു. ഇനി ഒരേ ഒരു ആശയേ ഉള്ളൂ, അങ്ങ് വലിയ വായിൽ കരയുന്നത് എനിക്കൊന്ന് കാണണം. സ്വന്തം അപ്പം മരിച്ചപ്പോ കരഞ്ഞില്ലല്ലോ, എന്റെ അമ്മ മരിച്ചപ്പോ കരഞ്ഞില്ലല്ലോ. വാടി. ചാവി ഡ്യൂപ്ലിക്കേറ്റ് ഈ രാരീശന്റെ കയ്യിലിരിക്കട്ടെ. തുറക്കണമെന്ന് തോന്നുമ്പോ ഇനിയും വരാലോ. വാടി വാ. ഇവിടെ നിന്നത് മതിയായി. നടക്കാൻ വെട്ടിയ തടി 5.5 കോൽ അളന്നു മുറിച്ചപ്പോ തടി ഗർഭിണി. അടഞ്ഞിരുന്ന പൊത്തിൽ പാടവാറ്റിയപ്പോൾ പശ്ചാത്തവളം. 100 ഒരു 10 കൂടി ജീവിച്ചാലും അധികമാവില്ല. வந்துட்டாங்கய்யா வந்துட்டாங்கய்யா. கனவுல கூட நடக்க கூடாதது நடந்து போச்சே. சதக்குன்னு இப்படி ஒரே குத்தாலே கொன்னு இருக்கலாமே. ஐயா நீங்க வந்துட்டு போனதுனால ஊர்ல நம்ம கிளாமர் கொஞ்சம் அடிக்கொண்டாச்சு. பரவாயில்ல, அட்ஜஸ்ட் பண்ணிக்கிறேன். உங்களுக்கு இன்னொரு சான்ஸ் தரேன். டேய் குஞ்சு கொண்ட சவப்பட்டி எடுத்து வைடா. பாத்துடா பத்திரம், பார்த்து பார்த்து. செத்து மர வச்சுட்டு போக வேண்டியது. ரோசாப்பூ ஃபுல்லா போட்டு கொண்டு வந்திருக்கேன். ஐயாவுக்கு பெருமாளை ராயெல்லாம் அனுப்ப வேண்டாமா? അല്ല അല്ല മകനെ ഇറക്കാൻ അപ്പന് കഴിയില്ലെങ്കിലേ ജഡ്ജിയെ വിറപ്പിക്കുന്ന അറവാണി വക്കീലിനെ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഉണ്ണിയമ്മക്ക് കഴിയും. അതിന് പണമൊന്നും വേണ്ട കുഞ്ഞിപ്പാ. ഇതെനിക്കും ഇവനും നടുവിൽ കുഞ്ഞിന്റെ ലക്ഷ്മണ രേഖ. ഇവൻ ഈ കള്ളന്റെ കാലിലെ ചെരുപ്പ് പോലും എന്റെ മണ്ണിൽ തുടരുത്. നിന്റെ അപ്പൻ മകൾക്ക് കൊടുത്ത ഭൂമി കള്ള ഒപ്പിട്ട് അവളെ ചതിച്ച് നിന്നെ എന്ത് വിളിക്കണം? അപ്പൻ കെട്ടിക്കേണ്ട പെണ്ണിനെ കെട്ടിക്കാതെ വന്നപ്പോ വഴി കിടന്ന തടി കട്ട് മകൻ കെട്ടിക്കേണ്ടി വന്നു. നീ പറഞ്ഞ ന്യായത്തെക്കാൾ കുറച്ചുകൂടി അന്തസ്സുണ്ടടാ അത് കേൾക്കാൻ. നിന്റെ ഇരുമ്പ് പെട്ടിക്ക് കള്ളത്താക്കോൽ ഉണ്ടാക്കിയ നിന്റെ മൂത്ത മുതുകത്ത് മാടത്തിനും ഉണ്ടായിരുന്നടാ ഒരു ന്യായം. അവന് ജോജോ വാച്ച് കട തുടങ്ങണമെന്ന്. കട്ടവന്റെ മക്കൾ കട്ടു തിന്നേ ജീവിക്കൂ. അപ്പൻ കുറുകെ കുത്തി അതിർത്തി കടന്ന് ഈ കള്ളൻ ഒരിക്കൽ കൂടെ വരും. ആയുസിന്റെ കട്ടിലിന് വേണ്ടി പിണ്ടി വെട്ടി ചാണകം മെഴുകിയ ഈ മുറ്റത്ത് കുരുതി കൊടുത്ത മക്കളുടെ ചോര കുടിച്ച് ആയുസ് നീട്ടിയെടുത്ത ആ കട്ടിലിൽ ചാവാതെ കിടക്കുന്ന അങ്ങയെ കാണാൻ അന്ന് മാറോട് ചേർത്ത് സൂക്ഷിച്ചതൊന്നും കൂടെ ഉണ്ടാവില്ലപ്പാ. ഹൃദയം നൊന്ത് പറയാ. ஐயா
எங்க பெருமாள் ஐயாவுக்கு உங்ககிட்ட என்னமோ பேசணும் போல இருக்க. ஐயா அவங்க வாங்கல, நீங்க பேசுங்க ஐயா. உங்க சிஸ்டர் ஈச்சா மச்சிக்கு கொடுக்க வேண்டிய இடத்த கொடுக்க போறீங்களா இல்லையா? சூர்நாட்டு குஞ்சி கொடுக்கணும்னு முடிவு எடுத்தா அந்த தாளத்துக்கு டாக்குமெண்ட்ல ஒரு ஒப்பு போடுங்க. പാണ്ടി സൂര്യനാട്ട് കുഞ്ഞിനോട് അതുപോലെ നീ ആരാടാ? பெருமாளங்கய்யா, குஞ்சி நீ ചെയ്യുന്നത് நீ சொன்ன அந்த வன்காடுக்கு பிடிக்குமா? காலால சவுட்டி மிதிச்சது அப்படி பண்ணக்கூடாதுன்னு நான் சொல்லலைங்க. നിന്നെ കൊല്ലത്തൊന്നുമില്ലടാ പൊന്നോ. നമ്മടെ ഇപ്പാപ്പനൊന്നും ഇങ്ങോട്ട് വരത്താൻ വേണ്ടിട്ടല്ലടാ. ഇപ്പാപ്പന് മകനൂടെ പെരുസാ മണ്ണ്. ഇവിടെ കിടന്നോളാം. എന്റെ പൊന്നൻ പൊന്നൻ, നമ്മുടെ പൊന്നൻ പോയില്ലേ? നിർത്ത്. ഇവന്റെ ശവം വീട്ടിനകത്തിരുന്ന് എന്റെ അപ്പം കാണണ്ട. എടാ മാറി നിൽക്കടാ, മാറി നിൽക്കാൻ. പിടിക്കടാ, പിടിക്കേ. അയ്യോ
മകന്റെ ശവം അങ്ങേരുടെ ആയുസിന്റെ കട്ടിൽ കിടക്കുന്നത് എല്ലാവരും കാണട്ടെ. കട്ടിൽ കൊണ്ട് വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിപ്പിടിച്ചു കിടക്കാം. നീ ജനിച്ചപ്പോ എന്റെ പാൽ നിന്ന തെങ്ങെന്തിനാടാ കൊലച്ചത്? മീനത്തിലെ കത്തുന്ന മാനം എന്തിനാടാ ഇരുണ്ട് പെയ്തത്? എന്റെ പൊന്നിന്റെ ശവം കാണാനായിരുന്നോ? ഞങ്ങളുടെ പൊന്നിനെ കൊന്നിച്ച് എന്തിനാ പായസിന്റെ കട്ടില് പണിതത്? എന്തിനാ? മുതലാളിയുടെ ഈ മണ്ണില് ഇനി ചോട്ടമുളയില്ല. തുപ്പാനും ചൂടാതെ ഇതിനെ കൊള്ളൂ. അയ്യോ എന്റെ മോനെ, മോനെ പൊന്നാ, മോനെ, ഞാനെന്താ ഈ കാണുന്ന എന്റെ കർത്താവേ, മോനെ പൊന്നു, അയ്യോ എന്റെ കർത്താവേ. എനിക്ക് തെറ്റുപറ്റി. ഞാനൊന്നും ചോദിക്കരുതായിരുന്നല്ലേ. ഞാൻ മനുഷ്യനേക്കാൾ കൂടുതൽ മരങ്ങളെ സ്നേഹിച്ചു. എനിക്ക് ഇനി നീയാണ് എന്റെ വീടിന്റെ അമ്മ. എനിക്കിത് വേണ്ട കുഞ്ഞാങ്ങളെ. ഇനി മണ്ണിന്റെ ഉടയോൻ ഞാനല്ല. എന്റേതായി ഒന്നുമില്ല. എന്റെ പാപ്പേ, ഇനി നിനക്ക് പുറകിലേ ഈ കുഞ്ഞ് നടക്കൂ. ദൈവമേ, ദൈവമേ, ദൈവമേ.
ആകാശത്തിന് കീഴിൽ ഓരോ പുള്ളിക്കും കോമയ്ക്കും ഓരോ സമയമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം.